ഫ്രണ്ട്സ്, ഞാൻ ഇന്നൊരു മോര് കാച്ചേൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു സബോള, 3 പച്ചമുളക്, ഒരു കുടം വെളുത്തുള്ളി, ഒരു സ്മോൾ സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുക. അടുപ്പത്തെ എണ്ണ ചൂടാക്കി അതിലോട്ട് ഒരു ടീസ്പൂൺ കടുകും ഉലുവയും ഇട്ട് പൊട്ടിക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോളയും പച്ചമുളകും ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിലോട്ട് ഒരു 3-4 ഉണക്കമുളകും കൂടി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ച പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ഇതിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിൻ്റെ പച്ചമണം പോകണം വരെ വഴറ്റണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇട്ടിട്ട് കുറച്ച് ഉപ്പ്, ഇത് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുക. ഈ സമയത്ത് എണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന പോലെ വഴറ്റി എടുക്കുക. അതേപോലെ തന്നെ ഒരു മിക്സിയിൽ ഞാൻ ഇവിടെ 1 ലിറ്റർ തൈരാണ് എടുക്കുന്നത്. 1 ലിറ്റർ തൈര് എടുത്തിട്ട് കറിവേപ്പില ഇട്ടിട്ട് അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഈ തൈര് നമുക്കിതിലോട്ട് ഒഴിക്കാം. ഇത് ഇനി തിളയ്ക്കാൻ പാടില്ല, ജസ്റ്റ് ചൂടാവാനേ പാടുള്ളൂ. ചൂടായി വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം, അല്ലെങ്കിൽ പിരിഞ്ഞു പോകും. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.